വിശ്രമജീവിതം നയിക്കേണ്ട പ്രായത്തിലും മണ്ണിൽ അധ്വാനിച്ച് പൊന്നുവിളയിക്കുന്ന കുഞ്ഞു ഹൈദ്രു എന്ന 62-കാരൻ തീർച്ചയായും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഇടയ്ക്ക് ജീവിതത്തിൽ വില്ലനായെത്തിയ ക്യാൻസറിനെ പോലും തന്റെ അസാമാന്യമായ മനഃശക്തി കൊണ്ട് പൊരുതിത്തോൽപ്പിച്ചാണ് കുഞ്ഞു ഹൈദ്രു കൃഷിയിൽ തന്റെ പുതിയ ജീവിതത്തിന്റെ വിജയഗാഥ രചിക്കുന്നത്. ഇന്ന് ഹൈദ്രുവിന്റെ 32 ഏക്കർ കൃഷിയിടത്തിൽ 2 ഇനം നെല്ലുകളും 6 ഇനം പച്ചക്കറികളും തണ്ണിമത്തനുകളും നിറഞ്ഞു വിളയുകയാണ്. ചുവപ്പ് മട്ട, വെള്ള പൊന്മണി എന്നീ നെല്ലിനങ്ങളാണ് പ്രധാന കൃഷി. 2 വർഷം മുൻപ് ബസുമതി ബിരിയാണി അരിയും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്നു. ഇതിനു പുറമെ ചീര, കുമ്പളം, മത്തൻ, വെള്ളരി, കക്കരി, പയർ തുടങ്ങി പച്ചക്കറി വർഗ്ഗങ്ങളും തണ്ണിമത്തനും കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യം 1 ഏക്കറിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷി മഴ മൂലം നശിച്ചെങ്കിലും തളരാതെ പോരാടിയപ്പോൾ തൊട്ടടുത്ത വർഷം 50 സെന്റ് സ്ഥലത്ത് തണ്ണിമത്തൻ മികച്ച വിളവ് കൊയ്തു. എല്ലാ മേഖല എല്ലാ ജാതി മതമല്ലാതെ എല്ലാ എന്ത് കാര്യത്തിനും പഞ്ചായത്ത് പോയാലും വില്ലേജിൽ പോയാലും കൃഷി വകുപ്പ് പോയാലും എന്തുവാണെങ്കിലും എന്തിനും നമുക്ക് സപ്പോർട്ടാണ്. എന്തിലും ആർക്കും ഒരു എതിർപ്പില്ല, ഒന്നിനുമില്ല. ആയിക്കോട്ടെ. അപ്പോൾ അവരൊക്കെ നമ്മളെ ചെല്ലൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവരൊക്കെ ചെല്ലൂരിൽ നിന്ന് അവരൊക്കെ ഒന്ന് വയറുള്ളിൽ കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരും. ചിലർ വിളിച്ചു ചോദിക്കും എപ്പോൾ വന്നോളി. രാവിലെ 7 മണി മുതൽ 8 വരെ വിളിക്കോളി, വൈകുന്നേരം 4 മണി മുതൽ 6 വരെ വിളിക്കോളി. സമയം വെച്ച് കൊടുക്കും. നട്ടുച്ചയ്ക്ക് നുള്ളിയ വള്ളിയൊക്കെ 10 മണിക്ക് കേടുവരും. അതാണ് രാവിലെ 7 മുതൽ നമ്മൾ 8 വെച്ചിട്ടുണ്ട്. അതേമാതിരി വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ. ഇത് 6 മണി വരെ ഉണ്ട്. 6 മണി ഇരുട്ടാവുന്നേരെ പള്ളിയിൽ നിന്ന് വാങ്ങ് കൊടുക്കുന്നേരം അതിലാളുണ്ടാവും. സഹായത്തിന് നമുക്കാകില്ല. ഇപ്പം 37 ഏക്കർ നെല്ലുണ്ടാക്കി. അത് നമ്മളെ സ്വന്തം നമ്മൾ തന്നെ പോയി വെക്കുന്ന കാര്യം. പണിക്കാർ വിളിക്കുമാറ് കൂലി കൊടുക്കും, അവർ പോകും. അല്ല അതിനായിട്ട് ഇതൊന്നുമില്ല. നമ്മൾ നെല്ലാണെങ്കിൽ ഇപ്പം നമ്മൾ 63 ടണ്ണും 400 കിലോനും കയറ്റി നല്ല കുരി. ഇവിടെ കർഷകർക്കൊക്കെ നല്ല വില കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. 10 നെല്ല് കയറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം 19 ലക്ഷത്തിൻ്റെ മേലെ എനിക്ക് പൈസ ഉണ്ടാവും. ആർക്കും പൈസ കിട്ടിയിട്ടില്ല. അതിപ്പോൾ ബാങ്കർ പറഞ്ഞത് ബില്ല് മേടിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനമൊക്കെ ആയിട്ടേ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കാലത്തെ പൈസ എല്ലാം പെൻഡിങ്ങൊക്കെ കിട്ടിയിരുന്നു. 2 ഏക്കർ പാട്ടഭൂമിയിലെ പയർ കൃഷി ഒരർത്ഥത്തിൽ നാട്ടുകാർക്കുള്ളതാണ്. നാട്ടുകാരും മറുനാട്ടുകാരും തോട്ടത്തിലിറങ്ങി സൗജന്യമായി പയർ ശേഖരിക്കുന്നത് പതിവ് കാഴ്ച. തണ്ണിമത്തനും നാടൻ പയറും നാട്ടുകാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന കുഞ്ഞു ഹൈദ്രു നാട്ടുകാർക്ക് സ്നേഹനിധിയാണ്. 25 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ കുഞ്ഞു ഹൈദ്രു കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. ഇതിനിടയിലാണ് വില്ലനായി ക്യാൻസർ എത്തിയത്. 3 വർഷത്തോളം ക്യാൻസറിനോട് പോരാടി അതിജീവിച്ച് ജീവിതത്തിലേക്ക് ശക്തമായി മടങ്ങിയെത്തുകയായിരുന്നു. ഈ കാക്കയിന് വിത്ത് കൊടുത്ത് അവർ പയറിൻ്റെ ഇതുണ്ടാക്കി 3 ഏക്കർ സ്ഥലത്ത് പയറുണ്ടാക്കി കൃഷി ഉണ്ടാക്കിയിട്ട് അത് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. നല്ലൊരു കർഷകനാണ്. പിന്നെ അയാൾ നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് പയറും ഇതൊക്കെ നുള്ളി കൊണ്ടുപോകുന്നുണ്ട്. ദിവസം വന്ന് 10-25 ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിപ്പോൾ 3 ഏക്കറിലാണ്, ഇപ്പോൾ 3 ഏക്കറിലാണ് ഇപ്പോൾ ഈ പയർ നട്ടിട്ടുള്ളത്. ഈ ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല പുറത്തുള്ള ആളുകൾക്കും ഇത് കൊടുക്കേണ്ടെന്നാണ് വന്നത്. അത് നമ്മൾ ഇതിലാദ്യമായിട്ട് കാണാൻ അങ്ങനത്തെ ഒരു കർഷകനെ. കാരണം ആളുടെ അധ്വാനത്തിൻ്റെ ഫലം ആൾക്ക് കിട്ടാതെ നാട്ടുകാർ കൊടുക്കും. ഒരു നേരം ഇരിക്കാനും മൂപ്പർക്ക് ഒഴിവില്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലി ചെയ്താൽ പോരെയെന്ന് പറയും. അപ്പോൾ അത് പറയും, നിങ്ങൾക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്നാൽ മതിയല്ലോ. അങ്ങനെയല്ല ഞാൻ എപ്പോഴും പറയുന്ന അഭിപ്രായമാണ്. നല്ലൊരു കർഷകനാണ്. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം.